ഫിഫ വേൾഡ് കപ്പ് ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിൽ അർജന്റീന ബ്രസീൽ പോരാട്ടം വരുന്നത് ബുധനാഴ്ചയാണ്. അർജന്റീനയിൽ വെച്ചിട്ട് നടക്കുന്ന ഈ ഒരു മത്സരത്തിന് വേണ്ടി വളരെ ആവേശത്തോടു കൂടിയാണ് രണ്ട് ടീമിന്റെയും ആരാധകരൊക്കെ കാത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മത്സരത്തിലെ വിജയ സാധ്യതകളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ശക്തരായ ഉറുഗ്വയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിട്ടാണ് അർജന്റീന ഈ മത്സരത്തിന് എത്തുന്നത്. മറുവശത്ത് നമുക്കറിയാം, ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരായ കൊളംബിയയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബ്രസീൽ വരുന്നത്. ലയണൽ സ്കലോണി എന്ന പരിശീലകന് കീഴിൽ സമീപകാലത്ത് ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന അർജന്റീനക്ക് കടുത്ത വെല്ലുവിളി ഉയർത്താൻ ബ്രസീലിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞ മത്സരത്തിലെയൊക്കെ പ്രകടനം ശരിക്കും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതാപകാല ഫോമിലേക്ക് തിരിച്ചെത്തുന്നതിന്റെ ഒരു സൂചനയാണോ എന്ന് സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ അർജന്റീനയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്താൻ ബ്രസീലിനും കഴിയും. ശരിക്കും അർജന്റീനയിൽ വെച്ചിട്ട് നടക്കുന്ന മത്സരം തുല്യ ശക്തികളുടെ പോരാട്ടമായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ഏകപക്ഷീയമായ ഒരു ടീമിന് വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ലാറ്റിൻ അമേരിക്കയിലെ മികച്ച ടീമുകളെ തോൽപ്പിച്ചിട്ടാണ് രണ്ട് ടീമും വരുന്നത്. ഉറുഗ്വയെ അർജന്റീന പരാജയപ്പെടുത്തിയപ്പോൾ കൊളംബിയ പരാജയപ്പെടുത്തിയിട്ടാണ് ബ്രസീലിന്റെ വരവ്. സൂപ്പർ താരം ലയണൽ മെസ്സി ഇല്ലാത്ത അർജന്റീന കഴിഞ്ഞ മത്സരത്തിൽ ഉറുഗ്വയ്ക്കെതിരെ കാഴ്ചവെച്ച പ്രകടനം ഗംഭീരമായിരുന്നു. മറുവശത്ത് ബ്രസീൽ കൊളംബിയക്കെതിരെ കാഴ്ചവെച്ച പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകൾക്കും ഈ ഒരു മത്സരത്തിൽ തുല്യ സാധ്യതകളാണ് കാണുന്നത്. എന്തായാലും ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ആരാധകർക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഫുട്ബോൾ വിരുന്ന് തന്നെയായിരിക്കും അർജന്റീന ബ്രസീൽ പോരാട്ടം.